ഇവിടെ നമ്മുടെ MP MK രാഘവനുണ്ട്, നമ്മളോടൊപ്പം കാസർഗോഡ് നിന്ന് വന്ന മഞ്ചേശ്വരത്തു നിന്ന് വന്ന ഒരു MLA ഉണ്ട്. ഓർമ്മിക്കണം, ഒരു MP-യും ഒരു MLA-യും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യന് വേണ്ടി. 2 കർണാടക പൗരന്മാർ, അവരുടെ ജീവൻ ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല. ഒരാൾ ചായ കുടിക്കാൻ വന്നയാൾ. മൊത്തം 3 പേരുടെ ശരീരം ഇനി കിട്ടാനുണ്ട്. അവർക്ക് വേണ്ടി എത്ര MP-യും എത്ര MLA-യും ഈ സ്ഥലത്തുണ്ടെന്ന് മാത്രം ആലോചിച്ചു. ഒരു MLA നമുക്കൊപ്പം ഉണ്ട്, സതീഷ് സെയിൽ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിൻ്റെ എക്സംപ്ലറി വർക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലും സതീഷ് സെയിലിനെ പോലൊരു MLA ഞാൻ കണ്ടിട്ടില്ല. ജില്ലാ അധികാരികൾ വന്ന് മുട കാണിക്കുമ്പോഴും അവരുടെ മുൻപിൽ അതിനെ അവഗണിച്ച് റിസ്ക് എടുത്ത് സ്വന്തമായി തീരുമാനമെടുക്കാൻ ശേഷിയുള്ള MLA ആണ്. കഴിഞ്ഞ 17-ാം തീയതി മുതൽ അദ്ദേഹം ത്രൂ ഔട്ട് ഇവിടെയുണ്ട്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ചേരും. കാർവാറിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. കാർവാറിലെ MLA ആണ്. അഭിലാഷ് പറയാൻ വന്നു, എന്തോ പറഞ്ഞു? ഞാൻ പറയുന്നത് ഒരു മഴക്കെടുതിയാണ് ഇതിനു മുമ്പായിട്ട് വന്നിരുന്നത്. സാധാരണഗതിയിൽ ഒരു മഴക്കെടുതിക്ക് എങ്ങനെയാണ് സർക്കാർ പെരുമാറുക, ആ രീതിയിലൊരു പെരുമാറ്റം മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം 3 ജീവിതങ്ങൾ ഈ മണ്ണിനടിയിലുണ്ട് എന്നുള്ള പരിഗണന പോലും അവർ നൽകിയിട്ടില്ല. ഇതിൻ്റെ ശരീരഭാഗങ്ങൾ കിട്ടിയത് ഏതാണ്ട് കിലോമീറ്ററുകൾ ദൂരെ കഷ്ണമായിട്ടാണ് കിട്ടിയത്. പക്ഷെ അപ്പോഴും ഇവർ ജാഗ്രതയോടെ മുന്നോട്ട് വരുന്നില്ല. മറ്റൊന്ന്, അവർ ചെയ്യുന്ന ഒരേ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ദേശീയപാതയിലുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യം മുതൽ അവർ നടത്തുന്നത്. അതിന് മാത്രമായിരുന്നു അവർ പ്രയോറിറ്റി നൽകിയത് എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും മനുഷ്യ ജീവിതമുണ്ടോ എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു പ്രശ്നമേ ആയിരുന്നില്ല ആ ഘട്ടത്തിലൊന്നും. ഒരു പക്ഷേ മലയാള മാധ്യമങ്ങൾ ഈ വിഷയം എടുത്ത് ഈ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിലേക്കും കേരള സർക്കാരിൻ്റെയും ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ആരും അറിയാതെ പോകുന്ന ഒരു ദുരന്തമായി മാറിയേനെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ കേരള സർക്കാർ എടുത്ത ഇനിഷ്യേറ്റീവ്, പ്രാദേശിക MLA കർവാട് MLA എടുത്ത ഇനിഷ്യേറ്റീവ്, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഇനിഷ്യേറ്റീവുകൾ നമ്മൾ ആവർത്തിച്ചു തന്നെ പറയേണ്ടതുണ്ട്. കാരണം സതീഷ് സെയിൽ എന്ന MLA ത്രൂ ഔട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ MLA-ക്കും അപ്പുറത്തേക്ക് വലിയ ഇടപെടൽ ഉണ്ടായില്ല. ഈ ഉത്തര കന്നഡയുടെ ചാർജ് ഇവിടെയുള്ള മംഗളവൈദ്യ എന്ന മിനിസ്റ്റർക്കാണ്. മംഗളവൈദ്യയെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ മംഗളവൈദ്യ ഈ വിഷയം കണ്ടു, അറിഞ്ഞു, ഇവിടെ വന്നു, കണ്ടു, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് നോക്കിപ്പോയി എന്നതിനും അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വേണ്ടുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റീവായ ഒരു ഇൻപുട്ട് കൊടുക്കാൻ, അദ്ദേഹത്തിന് കാര്യങ്ങൾ ചലിപ്പിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളോ കമാൻഡുകളോ കൊടുക്കാൻ മംഗളവൈദ്യക്ക് സാധിച്ചില്ല. പിന്നെ ആകെ സാധിച്ചത് ഈ സതീഷ് സെയിൽ എന്ന് പറയുന്ന MLA-ക്ക് മാത്രമാണ്. ജില്ലാ അധികാരിയായ, പോലീസ് അധികാരിയായ നാരായണ അട്ടർ മിസറബിളി അദ്ദേഹം പ്രതീക്ഷകൾക്കൊത്ത് ഉയരാതെ പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അട്ടർ ഫെയിലിയർ എന്ന വാക്ക് നമ്മളൊരു ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി. അദ്ദേഹം ഇവിടെ വരുന്നു, അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുന്നതിനൊരു പ്രത്യേക ശൈലിയിലാണ്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം കുറച്ചു നേരം ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ വീക്ഷിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്നു എന്നതിനും അപ്പുറത്തേക്ക് പോലീസുകാർക്ക് ഒരാളെയും അകത്തേക്ക് കടത്തിവിടരുത്, ഒരു ദൃശ്യവും എടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൃശ്യങ്ങൾ പകർത്തുന്നത് എങ്ങനെയാണ് ഒരു കുറ്റകൃത്യമാവുന്നത് ഇനിയും നമുക്ക് മനസ്സിലായില്ല. ആ ദൃശ്യങ്ങൾ പകർത്തിയത് കൊണ്ടാണ് ആർമി വന്നത്, ആ ദൃശ്യങ്ങൾ പകർത്തിയത് കൊണ്ടാണ് സമ്മർദ്ദമേറിയത്. ആ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോഴും ഈ മണിക്കൂറിലും രക്ഷാപ്രവർത്തനം 144-ാം മണിക്കൂറിലേക്ക് നമ്മൾ വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മെഷീനറിയിൽ പല ഭാഗത്തും വലിയ പാളിച്ചകൾ സംഭവിച്ചു എന്ന് തന്നെ പറയണം. 7-ാം ദിവസം ഈ രക്ഷാപ്രവർത്തനം തുടരുമ്പോൾ 144-ാമത്തെ മണിക്കൂറിലേക്ക് രക്ഷാപ്രവർത്തനം മുന്നിട്ടിറങ്ങുമ്പോൾ അതിനുള്ളിൽ പിടയുന്നൊരു ജീവൻ, ആ ജീവനെ തൊടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന യന്ത്രവിരലുകൾ, അവിടെയാണ് എല്ലാ പ്രതീക്ഷകളും. ഇന്നലെ ഞാൻ അഞ്ജുവിനോട് സംസാരിച്ചപ്പോൾ പ്രതീക്ഷകളൊക്കെ അറ്റുപോയി സാറേ എന്നാണ് ആ സഹോദരി പറഞ്ഞത്. അഞ്ജുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ണു നനഞ്ഞു പോകും. ഇന്നലെ ഞാനും അഭിലാഷും ഇവിടെ നിന്ന് പോകുന്നത് ഏറ്റവും ഒടുവിലാണ്. എനിക്കൊന്നു നമ്മളിന്നലെ ഇരുട്ട് വീട് കഴിഞ്ഞിട്ടും അവിടെ നിന്നു. അഭിഷേകം മേജർ പോയതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്.